ഒരിക്കൽ സൂഫി ഗുരുവായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ എതിർദിശയിൽ ഒരാൾ തൻ്റെ നായയുമായി കടന്നു വരികയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇദ്ദേഹം ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ല, നിങ്ങൾ വലിയ സൂഫിയാണല്ലോ, എൻ്റെ ഈ നായയുടെ വാലാണോ നിങ്ങളുടെ താടിയാണോ ഏറ്റവും പരിശുദ്ധമായത്? ചോദ്യം കേട്ട് ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ച് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ മറുപടി കൊടുത്തു. മോനെ, എൻ്റെ ഈ താടി സത്യവും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതുമാണെങ്കിൽ ഒരുപക്ഷെ നിന്റെ നായയുടെ വാലിനേക്കാൾ ഈ താടി പരിശുദ്ധമായിരിക്കും. മറിച്ച് എൻ്റെ ഈ താടി വ്യാജവും നരകത്തിലേക്ക് എത്തിക്കുന്നതുമാണെങ്കിൽ നിന്റെ നായയുടെ വാലിനേക്കാൾ എൻ്റെ താടി മോശമാണ് എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വിനയത്തോടെ മറുപടി കൊടുക്കും. പ്രിയമുള്ളവരെ, ഇന്ന് താടിയും ഇസ്ലാമിക വേഷവും ധരിച്ച് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ ആളുകളെ നാം കാണുന്നു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ താടിയും നമ്മുടെ സംസ്കാരവും നമ്മുടെ വേഷവും അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമാകുന്നതുമായിരിക്കണം. നേരെ മറിച്ച് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ വേഷവും സംസ്കാരവും ദുരുപയോഗം ചെയ്യുന്നത് വലിയ തിന്മയും തെറ്റുമാണ് എന്ന വലിയ സന്ദേശമാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.